നിങ്ങളോട് പറഞ്ഞ അവളെ നാടകത്തിൽ തിലോത്തമയാക്കാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നോട് പത്മാവതിയുടെ വേഷം പഠിക്കാനല്ലേ മോളെ പറഞ്ഞിന്? പത്മാവതിയുടെ റോള് നല്ല റോളാണ്. ഗന്ധർവൻ വന്നിട്ട് കല്യാണം മറക്കുന്ന രാജകുമാരി. ഞാനാ ഗന്ധർവൻ. അല്ല, അത് ഉറപ്പിക്കാനായിട്ടില്ല. ആദ്യം സ്വന്തം മോളെ കല്യാണം ഉറപ്പിക്കും, എന്നിട്ട് മതി ഗന്ധർവൻ. ആദ്യം ഇയാൾ ഇവിടെ എക്കണോമിക്സ് പഠിച്ചു പാസ്സാക്കട്ടെ, അതിനുശേഷം നമുക്ക് കല്യാണത്തിൻ്റെ കാര്യം നോക്കാം. സുരേഷ്, നീ ഒറ്റൊരുത്തരെ ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്നുട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടിണിക്കഞ്ഞി. കൂടെ അത്ര കണ്ടല്ലോ. എന്താ നിങ്ങൾ വരുന്നില്ലേ? ആ, ഞാനും വരുന്നു. വീടില്ല കുരിപ്പ്. ആ സാംസനെ കണ്ടോ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേട്ടാ. സുരേഷ, MT ആന്ന് ഗന്ധർവന് ഉറപ്പിച്ചോ? ഇല്ല, ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം കേരളത്തിലെ ഗന്ധർവന് താടി മുളക്കില്ല. അത് കറക്റ്റ്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ KSBC 3016 പയ്യന്നൂർ. ബർക്കാടി ലെമൺ സിട്രസ് റം 1. ഇനി അടിച്ചാൽ ഇനിയും അടിക്കും, അടിച്ച് കണ്ണ് പൊട്ടിക്കും. എന്നിട്ട് അച്ഛൻ തിരിച്ചടിച്ചിട്ട് എന്റെ തലയല്ലേ ആദ്യം പോയി അണ്ടിക്കൊമ്പിൽ അടിച്ചത്, അപ്പൊ തിരിച്ചടിക്കേണ്ടത് അണ്ടിക്കൊമ്പല്ലേ. ഏതായാലും കിട്ടേണ്ടത് കിട്ടി. മുട്ടേണ്ടത് മുട്ടിയെന്ന് പറ പ്രമേളെ. എത്ര കാലായി ഞാൻ പറയുന്നു ഇഡലിയുടെ തകരാറല്ല. നിങ്ങൾ അടികാരണ രുചിയില്ലായിട്ടല്ലേ? ഇപ്പൊ മനസ്സിലായാ? അതെ അതെ, അന്ന് ഞാൻ നിർത്തേണ്ടതായിരുന്നു. അപ്പൊ അച്ഛനെ അടിക്കൂലേ? ഏയ്, ഞാൻ അടിക്കാനൊന്നും പോകുന്നില്ല. ഇനി നാടകമാണ് ജീവിതം. നാഹർ സാബ് ഹേ. ക്യാ ചായേ? കണ്ണോപ്പറേഷൻ ചെയ്യിക്കാണ്ട് വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. മാതാജിനെ ഘർ സെ നിക്കാൽ ദിയ. ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കില്ല. എനിക്ക് രാവിലെ ഒരു 12 ഇഡ്ഡലി തന്നാൽ മതി. ഗർഭാപ്പസിയുടെ ടൈം ആകുമ്പോൾ ഞാൻ പോയിക്കോളാം. ദാറ്റ് ഐ പ്രോമിസ്. പിന്നെ പോകാൻ നേരത്ത് സാംസ പോകല്ലേ, പർദേശി പർദേശി ജാനാനായി എന്ന് പറയാണ്ടിരുന്നാൽ മതി. അയ്യോ വേണ്ട, അടി വേണ്ട, അടി വേണ്ട, അടി വേണ്ട. എന്തിനാ പേടിക്കണ? ഭയങ്കര അടിയായിരുന്നു. ആരടിച്ചാ? ഞാൻ. നിങ്ങളാണോ നിങ്ങളടിച്ചേ? നിങ്ങളടിച്ച ആരാന്ന് മനസ്സിലാക്കണ്ടേ? ഞാനൊരു തൂവാല വിൽപ്പനക്കാരനാണ്. എന്റെ ഭാര്യ ഉണ്ടാക്കിയ തൂവാലാണ്. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. ജീവിക്കാൻ വേണ്ടിയാണ് തൂവാല തുന്നുന്നത്. ഇത്രയും ഭംഗിയുള്ള തൂവാല ഉണ്ടാക്കണമെങ്കിൽ നിന്റെ ഭാര്യ അതീവ സുന്ദരിയായിരിക്കണം. എവിടെ അവൾ, നിന്റെ ഭാര്യ? അവൾ വിവാഹിതയാണോ? കാമബാല. എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പുഷ്പാങ്കദനെ നമുക്ക് കടലിൽ അയച്ചാ പോരെ? പ്രതിശ്രുത വധുവിന് 30 ദിവസത്തെ വ്രതം.
ഭാരതീ സൗധത്തിൽ താമസം. പിന്നെ ഈ കാമപാലന്റെ കൊട്ടാരത്തിൽ ഇനി സദാരാമയും ഉണ്ടാകും. നാഹരെ കള്ളടിയൊക്കെ നിർത്തിയ ആള് ഉഷാറായല്ലോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നല്ലോ അല്ലേ MT? പിന്നെ എന്നാ പിന്നെ ഗന്ധർവന്റെ റോളും കൂടെ സുധാരട്ടൻ ചെയ്യട്ടെ അല്ലേ വാലമ്മ? സുരേഷ, എന്താ ചേട്ടാ? എങ്ങനെയുണ്ട് എന്റെ സർജിക്കൽ സ്ട്രൈക്ക്? ഒരൊറ്റ ഇടിയെ വേണ്ടി വന്നിട്ടുള്ളൂ. നാഹര അടി തന്നു. ഇടിയ സെൻട്രൽ ഗവൺമെന്റിന്റെ ED അല്ല, ET, MTയുടെ ഇടി. என்ன இடி? எப்படி இடி? எவ்வளோ இடி? സർജിക്കൽ സ്ട്രൈക്ക്. അത് സീക്രട്ടാ. എപ്പോഴാണ് നമ്മൾ ഗന്ധർവന്റെ സീൻ എടുക്കുന്നത്? എനിക്ക് ഈ കലയെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ല. എന്നാലും ഇതെന്ത് ഗന്ധർവനാണ് സുരേഷ? അല്ല, ഈ താടിയുള്ള ഗന്ധർവനുണ്ട് സുരേഷ, ഞാൻ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ. ഇതാ ഞാൻ വന്ന ഉടൻ തന്നെ ഈ സാധുവായ യുവതി മൂർച്ഛിതയായിരിക്കുന്നു. ഒന്ന് വിളിച്ചാലോ? അല്ലയോ പത്മാവതി, അല്ലയോ സുമുഖി, ഉണർന്നാലും. ഇന്നത്തെ ഭാവം അസാധാരണമായിരിക്കുന്നല്ലോ. ഇതിന് കാരണം എന്ത്? ഭർത്താവാകുന്ന ആൾ ഇവിടെ വന്ന് ഇവളോടുകൂടി ശയിക്കുകയും അനന്തരം എന്റെ ശക്തിവിശേഷത്താൽ മരിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. ഇത് പുരുഷവേഷധാരിണിയായ ഒരു സ്ത്രീ തന്നെയാണല്ലോ. എന്തൊരാശ്ചര്യം! ഞാനീ കാണുന്നത് ആരെയാണ്? താങ്കൾ ആരാണ്? ഞാൻ ഒരു ഗന്ധർവനാണ്. താടിയുള്ള ഗന്ധർവൻ. ആരായാലെന്ത്? അനീതി ചെയ്യുന്നവരാരായാലും അധമനും അധികാർഹണ്യനുമാണെന്നതിൽ സംശയമുണ്ടോ? ഇതെന്ത് വർത്തമാനമാണ്? ഒരുവൻ നീതി എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ഒരു കാര്യം മറ്റൊരുവൻ അനീതി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കൃത്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടും. നിങ്ങൾ പറഞ്ഞോ. ഒന്നുകൂടെ പറഞ്ഞോക്കെ. ശരി. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടുന്നു. ഇതെല്ലാം കമ്പാരിറ്റീവുമാണ്. MT, തെറ്റിച്ച് കഴിഞ്ഞാല് നിന്റെ താടി ഞാൻ കത്തിക്കലാണ്. തീ കത്തണ്ട ആളെന്നെ തീ കത്തിച്ചാലേ ഇല്ല പണി പോകണ്ടോ? അതെ, സത്യം. ഏകദേശം ഒന്ന് ശരിയായിട്ട് വന്നതല്ലേ, അന്നേരത്തിൽ ഈ ചങ്ങായി ചൊറയാക്കുന്നു.